ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്നിവിടെ ഒരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 36 ഇഞ്ചുള്ള ഒരു ബ്ലൗസാണ് ഇന്നിവിടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അളവ് ബ്ലൗസിൻ്റെ ചെസ്റ്റ് റൗണ്ട് അളന്ന് നോക്കുക. ഇതുപോലെ ഹുക്ക് ഐ വരുന്ന ഭാഗത്ത് നിന്നും ഇതുപോലെ ആം ഹോളിലേക്ക് വെച്ച് അളന്ന് നോക്കുക. ഇഞ്ച്. അടുത്ത് ബാക്കിലുള്ള നെക്ക് വരുന്ന ഭാഗം 19 ഇഞ്ച്. ഇതായിട്ട് 27.25 ഇഞ്ച്. ഇത് ഹുക്ക് വരുന്ന ഭാഗം 36 ഇഞ്ച്. അതിനുശേഷം ഈ 36 ഇഞ്ചിനെ ടേപ്പ് കൊണ്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു മടക്കൂടെ മടക്കി കൊടുക്കണം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഇതിനോടൊപ്പം 1.5 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച് എടുക്കണം. ഇനി കട്ട് ചെയ്യാനുള്ള തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പീസ് ഒരുമിച്ചാണ് വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് 2 പീസും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കട്ട് ചെയ്യാനുള്ള പീസ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാനുള്ള പീസ് ആദ്യം ഇതുപോലെ നിവർത്തിയിടുക. നിവർത്തിയിടുമ്പോൾ ഈ കര വരുന്ന ഭാഗം, അത് ഈ കുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഭാഗം ഇപ്പുറത്തെ വശത്തോട്ട് വരം കണക്കാക്കി, ഈ ഫ്രണ്ടിൽ വരം കണക്കാക്കി ഇതുപോലെ വിരിച്ചിടുക. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. 36 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി 9 ഇഞ്ച് എടുക്കുക. അതായത് ചെസ്റ്റ് റൗണ്ട് 36 ഇഞ്ചിൻ്റെ പകുതി നോക്കുക. പകുതി 18 ഇഞ്ച്. 18 ഇഞ്ചിൻ്റെ പകുതിയാണ് ഇവിടെ എടുക്കേണ്ടത്. 9 ഇഞ്ച്. 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ബ്ലൗസ് പീസ് എടുക്കുക. അതും അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കരഭാഗം ഫ്രണ്ടിൽ വരാൻ കണക്കാക്കി ഇതുപോലെ നിവർത്തിയിടുക. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പീസ് മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കുക. മടക്കുമ്പോൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാൻ നോക്കണം. പീസ് രണ്ടും ഒരുപോലെ ഇതുപോലെ വെച്ച് മടക്കി കൊടുക്കുക.
അതിനുശേഷം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇത് 2 പീസും ഒരുമിച്ച് ഇതുപോലെ ചേർത്ത് വയ്ക്കാൻ നോക്കുക. അതിനുശേഷം അളവ് ബ്ലൗസിൻ്റെ ലെന്ത് എടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെന്ത് നോക്കുക. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് മുകളിലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം ടേപ്പ് കൊണ്ട് അതിൻ്റെ അളവ് നോക്കുക. അര ഇഞ്ച് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ ടേപ്പ് വെച്ച് ഡാട്ട് വരുന്ന ഭാഗം അത്രയും അളന്ന് നോക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ച് കൊടുക്കണം തുണി. അതിനുശേഷം കീഴത്തെ നോക്കാം. 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഡാട്ടിൻ്റെ അതുവരെ മാത്രം, ഈ വിട്ടു നിൽക്കുന്ന പീസിൻ്റെ എൻഡ് വരെ മാത്രം അളന്ന് നോക്കുക. 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 11 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഇവിടെ 11 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിത് 36 ഇഞ്ചുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 2 ഇഞ്ച് നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുക. 2 ഇഞ്ച് വീതിയാണ് നെക്കിന് ഞാൻ കൊടുക്കുന്നത്. 2 ഇഞ്ചും ഒരു പോയിന്റും കൂടെ ഇട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 ഇഞ്ചും ഒരു പോയിന്റും കൂടെ ചേർത്താണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അടുത്തിനി ഷോൾഡറിൻ്റെ വീതി അളവ് തുണിയിൽ നോക്കി തന്നെ എടുക്കുന്നതാണ്. 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് എടുക്കുക. അതിനുശേഷം ഹുക്ക് വരുന്ന ഭാഗത്തിൻ്റെ നെക്ക് ലെങ്ത് വേണം അടയാളപ്പെടുത്താനായിട്ട്. ഇതുപോലെ ബ്ലൗസ് മറിച്ചിട്ടതിന് ശേഷം ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇതുപോലെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് വെച്ച് ബ്ലൗസിൻ്റെ നെക്ക് ഒന്ന് വളച്ചു കൊടുത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ അളവ് ഇത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെട്ടി കൂട്ടിയെടുക്കാവുന്നതാണ്. മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറച്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഡാട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഡാട്ടിൻ്റെ വീതിയാണ് നോക്കുന്നത്. ഇതുപോലെ ഹുക്ക് വരുന്ന ഈ ഭാഗം ഇതുപോലെ മടക്കി വെച്ച് ഒന്ന് സ്ട്രെയിറ്റാ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ എൻഡിൽ വെച്ച് ഡാട്ടിൻ്റെ ഈ ഭാഗം, ഈ തയ്യൽ തുമ്പ് കൂർത്ത് നിൽക്കുന്ന ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം വരെ നോക്കുക. 3.25 ഇഞ്ചാണ് ഇതിൽ ഉള്ളത്. 4 ഇഞ്ച് ഇട്ട് അടയാളപ്പെടുത്തണം. 4 ഇഞ്ച് എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് പോകുമ്പോൾ 3.25 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇവിടുത്തെ തയ്യൽ തുമ്പിനാണ് 1/4 ഇഞ്ചും കൂടെ കൂട്ടി 4 ഇഞ്ച് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെന്ത്, ഡാട്ടിൻ്റെ ലെന്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ഷോൾഡർ തയ്യൽ മുകളിലോട്ട് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് ടേപ്പിൽ ഇതുപോലെ ആ തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് വെച്ച് ഇതുപോലെ ഡാട്ടിൻ്റെ ലെന്ത് നോക്കുക. 8.5 ഇഞ്ചാണ് ഇവിടെ
ഉള്ളത്. മുകളിലത്തെ ഡാട്ടിൻ്റെ ലെന്താണ് നോക്കുന്നത്. 8.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. 8.5 ഇഞ്ച്. അതിനുശേഷം 1.25 ഇഞ്ച് വീതി ഡാട്ട് അടിക്കാനായിട്ട് 1.25 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ വിട്ടിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി സൈഡ് ഡാട്ടാണ്. അതിന് മുന്നേ ആയിട്ട് ആം ഹോൾ റൗണ്ട് നോക്കണം. ആം ഹോൾ റൗണ്ടിന് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 5.5 ഇഞ്ചാണ്. ഞാൻ ഏതൊരു ബ്ലൗസിനായാലും 5.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അളവ് ബ്ലൗസിൻ്റെ ആം ഹോൾ റൗണ്ട് നോക്കാറില്ല. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു സ്കെയിൽ എടുത്ത് ഇതുപോലെ മുകളിൽ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നീക്കി വെച്ച് ഇവിടെ ഒരു 1/2 ഇഞ്ച് കിട്ടാൻ കണക്കാക്കി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് താഴ്ത്തി ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ താഴ്ത്തി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡ് ഡാട്ടാണ്. ഞാനിവിടെ ഒരല്പം ഡാട്ട് പൊക്കിയാണ് വരയ്ക്കുന്നത്. ഒരു ഉദ്ദേശം ഒരു 1/4 ഇഞ്ച് പൊക്കിയാണ് ഞാനിവിടെ ഡാട്ട് അടയാളപ്പെടുത്തുന്നത്. ഈ പോയിന്റിൽ നിന്നും 1 ഇഞ്ച് നീക്കി അതുപോലെ ഇപ്പുറത്തും ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നീക്കി അടയാളപ്പെടുത്തുക. ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ അതുപോലെ ഒരു 1.5 ഇഞ്ച് നീക്കി ഇതുപോലെ ഡാട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ ഡാട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ലൈനിൽ നേർക്കായിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇറക്കം കൂടുതലാണെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ മതി. ഇനി കട്ട് ചെയ്തെടുക്കുക. ഇവിടുത്തെ ലെന്ത് എന്ന് പറയുന്നത് ഇത്രയുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൂടുതൽ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി കട്ട് ചെയ്തെടുക്കുക. അടുത്തിനി ഈ പതിഞ്ഞ ഡാട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നാല് ഡാട്ടും ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഡാട്ട് ഒന്ന് പതിച്ചു കൊടുക്കണം. മറ്റേ പീസ് വരാൻ കണക്കാക്കി ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. പീസ് മുകളിലായിട്ട് വെച്ച് അതിനുശേഷം അടുത്ത പീസും ഇതുപോലെ മുകളിലായിട്ട് വരാൻ കണക്കാക്കി വെച്ച് കൊടുക്കുക. ഈ പീസും അതുപോലെ തന്നെ
ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കുക. ഇനി ആ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തിന് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെ എടുക്കുക, അളവ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട്. അതിനുശേഷം ഒന്ന് അളന്ന് നോക്കുക. ബാക്ക് പാർട്ടിൻ്റെ ലെന്ത് ഈ ഷോൾഡർ മുതൽ ഇതുവരെ ബാക്ക് പാർട്ടിൻ്റെ ലെന്ത് എത്രയാണെന്ന് നോക്കുക. 12.5 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 12.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടണം. 1/2 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ്, ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പാണ്. 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണം. 1.5 ഇഞ്ച്. ആ 1/2 ഇഞ്ച് അപ്പോൾ അടയാളപ്പെടുത്തിയ 12.5 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുക്കുക. ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആം ഹോളൊക്കെ വരച്ചെടുക്കുക. ആദ്യം ഡാട്ട് ഇവിടെ അടയാളപ്പെടുത്തണം, ബാക്ക് ഡാട്ടിൻ്റെ ഡാട്ട്. അതിനുശേഷം ആം ഹോള് ഇതുപോലെ ഈ ഭാഗത്തിൽ വരുമ്പോൾ കുറച്ച് പൊക്കി വരയ്ക്കുക ഇതുപോലെ. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഈ പീസ് മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പാർട്ട് വരയ്ക്കാനായിട്ട് ഇതുപോലെ ബാക്ക് പാർട്ട് അളവ് ബ്ലൗസിൻ്റെ ബാക്ക് ഇതുപോലെ 2 ഷോൾഡറുമായി ഒരുമിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. ആ സെൻറ്റർ ഇതുപോലെ ഈ ഷോൾഡർ ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വളച്ചാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ പൊക്കി വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗം ഇതുപോലെ കറക്റ്റാണോ എന്ന് വെച്ച് നോക്കുക. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 1 ഇഞ്ച് ഇവിടെ വിട്ട് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് വിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനോട് ഇവിടെ ഒരു 1/4 ഇഞ്ച് നീക്കി ഇവിടെ നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കുക. അതേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് ആം ഹോളും അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക.
അതിനുശേഷം മടക്കി തയ്ക്കാനായിട്ട് ഈ വരച്ച ഈ പോയിന്റ് ഒരു കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിനെ മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഐ വയ്ക്കാനായിട്ടാണ്. ഐ വയ്ക്കാനായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ പീസ് തന്നെയാണ് ഞാനിവിടെ ഐ വയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ താഴെയും ഇതുപോലെ ഒന്ന് ഷേപ്പിന് കട്ട് ചെയ്യുക. അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഷേപ്പിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഐ വയ്ക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി വേസ്റ്റ് ബാൻഡാണ്. വേസ്റ്റ് ബാൻഡ് നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നാണ് ഞാൻ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ വീതിയാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. നീളം എത്രയാണെന്ന് നോക്കാം. ആദ്യം ടേപ്പ് ഇതുപോലെ വെക്കുക. ഇടത് സൈഡിൽ നിന്നും സൈഡ് ഡാട്ടിലേക്ക് ആദ്യം ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക. 3 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 3 ഇഞ്ചിനെ ഇപ്പുറത്തെ സൈഡ് ഡാട്ടിൽ വെച്ച് സൈഡിലോട്ട് അളന്ന് നോക്കുക. 8.25 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാനിവിടെ ഒരു 9 ഇഞ്ച് ഇട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 9 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി വീതി എത്രയാണെന്ന് നോക്കാം. വേസ്റ്റ് ബാൻഡിന്റെ വീതി നോക്കാനായിട്ട് ഇതുപോലെ ടാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം. 3.5 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. 3.25 ഇഞ്ച് 3.25 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 ഇഞ്ച് ഇട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിങ്ങനെ ഒരു ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 4 ഇഞ്ച് ഇട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സൈഡ് വന്നിട്ട് 2.5 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. 3 ഇഞ്ചിട്ട് കട്ട് ചെയ്യുക. 4 ഇഞ്ചും 3 ഇഞ്ചുമാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. മൂന്ന് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഞാനിവിടെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഭാഗം വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇത് ക്രോസ് പീസിന് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ ഒരു വേസ്റ്റ് ബാൻഡും കൂടെ ഇത് അളവിൽ കട്ട് ചെയ്തെടുക്കണം. മൊത്തം 4 വേസ്റ്റ് ബാൻഡാണ് വേണ്ടത്. വലത് ഭാഗത്ത് 2, ഇടത് ഭാഗത്ത് 2. സെൻറ്ററിൽ നമ്മൾ കട്ടിയുള്ള പീസാണ് വെച്ച് കൊടുക്കുന്നത്. ടോട്ടൽ 4 വേസ്റ്റ് ബാൻഡാണ് വേണ്ടത്. അടുത്തതായിട്ട് ഇവിടെ പീസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത ഭാഗം ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഭാഗം ഈ ഭാഗത്ത് ഇതുപോലെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം
ഇതേ അളവിൽ വെട്ടിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട മെയിൻ വേസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത്. അതിനൊരു കട്ടിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫ്രണ്ട് പീസ് എന്ന് പറയുന്നത്. അടുത്ത് ബാക്ക് വശത്ത് വയ്ക്കാനായിട്ട് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഇത്രയും ഒന്ന് പൊക്കിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. വേസ്റ്റ് ബാൻഡ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ്, അടുത്തതിന് 2 പീസ് എടുത്തിട്ടുണ്ട്. അടുത്ത പീസ്, അടുത്ത പീസ്, മൊത്തത്തിൽ 4 പീസാണ്. ഇത് 4, ആ പീസ് 4. ഇനി അടുത്തത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. ഇത് പ്രത്യേകം ഇങ്ങനെ വയ്ക്കുക. ക്രോസ് പീസും ഇതുപോലെ മാറ്റി വയ്ക്കുക. വേറെയും ക്രോസ് പീസ് വേണം, അത് അവസാനം കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അടുത്തതായിട്ട് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ അപ്പുറത്തെ വശത്ത് വന്ന ഈ ഭാഗമാണ് എടുക്കുന്നത്, കരഭാഗം. ഇത് നീളത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിനെ മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു പകുതിക്ക് ഇതുപോലെ വെച്ചാണ് ഞാനിവിടെ മടക്കി കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി ബ്ലൗസ് എടുക്കുക. ബ്ലൗസ് എടുത്തതിന് ശേഷം നമ്മളിവിടെ മടക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ തുണി പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അടുത്ത ബ്ലൗസ് എടുത്ത് ഞാനിവിടെ വലത് ഭാഗത്തെ സ്ലീവാണ് എടുത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ 1 ഇഞ്ച് വലുപ്പത്തിൽ ഹെമ്മിങ് ചെയ്യാനായിട്ട്, മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് വിട്ട് കൊടുക്കണം. അതിനുശേഷം സ്ലീവ് മുകളിലായി മാർക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടുത്തെ തയ്യൽ തുമ്പ് അതിന് നേർക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. അടുത്തൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുത്തെ തയ്യൽ തുമ്പ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടുത്തെ ഈ ഭാഗവും അടയാളപ്പെടുത്തുക. ഞാനൊരു 1/2 ഇഞ്ച് നീക്കിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അതേ അളവിൽ കട്ട് ചെയ്ത് എടുക്കാതിരിക്കാൻ നോക്കുക. തുണി വയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ മിസ്റ്റേക്ക് വരും. ഇവിടെയാണ് കിട്ടുന്നത്. പിന്നെ മുകളിലായിട്ട് 1/4 ഇഞ്ച് പൊക്കി അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് കണക്കാക്കി വിട്ട് കൊടുക്കുക. ഇനി സ്ലീവ് ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുഴിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉടനെ ഇവിടെ ഒരു മാർക്കിട്ട് ഇങ്ങനെ കൊടുക്കണം, സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വലത് ഭാഗത്ത്
ഇതുപോലെ ഫ്രണ്ടിലോട്ട് വരാൻ കണക്കാക്കിയിട്ടുള്ള ആം ഹോള് ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കണക്കാക്കി ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. അതിനുശേഷം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോസ് പീസ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇനി ഹുക്ക് വയ്ക്കാനായിട്ടാണ് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ഇതുപോലെ ഒന്ന് മൊത്തം 2 ബ്ലൗസാണ്. അതിൽ രണ്ടാമത്തെ ബ്ലൗസിനാണ് കട്ട് ചെയ്യുന്നത്. ഒരു ഉദ്ദേശം വെച്ച് കുറച്ച് ഇത് ഇറക്കം കൂട്ടിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അളവ് ബ്ലൗസിൽ വെച്ച് നോക്കാവുന്നതാണ്. ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.